പ്രതിഷ്ഠയോടനുബന്ധിച്ച് നമ്മൾ നവീകരണ കലശം നടത്താൻ പോവുകയാണ്. സാധാരണഗതിയിൽ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദേവത യാവത് ചന്ദ്രശ്ച സൂര്യശ്ച യാവത് തിഷ്ഠതി മേദിനി താവൽ ത്വയാത്ര ലോകേശാം സ്ഥാതവ്യം സർവ്വ. ഭഗവാനെ, സൂര്യചന്ദ്രന്മാരും ഭൂമിയും ഉള്ള കാലത്തോളം ഇവിടെ നിലനിൽക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുക. അത്രയും കാലമൊക്കെ നിലനിൽക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു 10-12 വർഷം കഴിയുമ്പോൾ, 10-15 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലൊരു നവീകരണം ചെയ്യേണ്ട അവസ്ഥ വരുന്നത്? അല്ലെങ്കിൽ അവർക്ക് നവീകരണം ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് വരാവുന്ന ഒരു വിഷയമാണ്. പിന്നെ ധ്വജപ്രതിഷ്ഠയുടെ പ്രാധാന്യം എന്താണ്? ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ധ്വജപ്രതിഷ്ഠയ്ക്ക് എത്ര കണ്ട് പ്രാധാന്യമുണ്ട്? ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്നിവിടെ പരാമർശിക്കപ്പെടേണ്ടി വരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ക്രിയകളൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട വിഷയമില്ല. ക്രിയകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നടക്കുക, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന വിഷയം, ചിന്തിക്കാവുന്ന വിഷയവും. പിന്നീട് നവീകരണ കലശത്തിൽ കഴിഞ്ഞ നവീകരണ കലശത്തിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ടാകും, ഇല്ലാത്തൊരു അപൂർവം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നവീകരണ കലശം എന്താണ്, നവീകരണ കലശത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അത് ഒരു തവണ ഇവിടെ നമ്മൾ പറഞ്ഞതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പരാമർശിക്കപ്പെടാം. പുനഃപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ചടങ്ങാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പുനഃപ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത് നൂതന പ്രതിഷ്ഠയാണല്ലോ. അതായത് അതിന് മുമ്പ് അവിടെ ഉണ്ട്. ഇവിടെ മുമ്പ് ഒരു ശിവലിംഗോ ഒരു അമ്പലം ഉണ്ടായിട്ടുണ്ടാവും. ആ ഉള്ളതിനെ വീണ്ടും പ്രതിഷ്ഠിക്കുമ്പോഴാണ് പുനഃപ്രതിഷ്ഠ എന്ന് പറയുക. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ഉള്ളതിനെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്, നൂതനം വരുന്നില്ല. അപ്പൊ നൂതന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ, പുനഃപ്രതിഷ്ഠ എന്ന് പറഞ്ഞാലും നവീകരണം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നല്ലേ. നവീകരിക്കുക, പുതുതാക്കുക. സംഭരിച്ചു വെച്ചിട്ടുള്ള ചൈതന്യത്തിനെ ഉത്കർഷണം, ഉത്കർഷം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നാണ്. ശ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുക എന്ന്. ബിംബത്തിൽ നിന്ന് ചൈതന്യം ഒഴുകുക, പുറത്തേക്ക് ഒഴുകുക. ആ ഒഴുകുന്ന ചടങ്ങുകളായിരിക്കും ഉത്സവത്തിനൊക്കെ. പഴയ കാലഘട്ടത്തില് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദക്ഷിണം ഉണ്ടാവും. ഇപ്പോഴുണ്ട്. ഒരു അമ്പലത്തിൽ നിന്ന് ആ ഗ്രാമത്തിലെ വീടുകളിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെരുവുകളിലൂടെ ഇങ്ങനെ ആ ദേവത ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഇവിടെ തിരിച്ചത്. അതൊക്കെ ഈ ചൈതന്യം പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഉത്സവ അവസരങ്ങളില് ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ളവരൊക്കെ തന്നെ ഉത്സവത്തിനെങ്കിലും ഇവിടെ വരണം. ഇവിടെ വന്ന് എപ്പോഴും മാസത്തിലൊരു തൊഴാം. പക്ഷെ ഉത്സവാവസരങ്ങളിൽ നമ്മൾ നമ്മളുടെ നാട്ടിലെ ചെന്നിട്ട് അവിടുത്തെ അമ്പലത്തിലെ പങ്കെടുക്കണം. കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വളർന്ന ഗ്രാമമാണ്. നമ്മളും ചെറുപ്പത്തിലൊക്കെ വളർന്ന ഗ്രാമങ്ങളായി. അവിടെയൊക്കെ പോയിട്ട് ആ ദേവതയെ, പരദേവത എന്നിവ നമ്മളുമായിട്ട് ബന്ധമുള്ള ദേവതയായിരിക്കും. അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും നമ്മൾ എന്തിനു വേണ്ടി അമ്പലം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആ അമ്പലത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ധ്വജം വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഞാൻ ഭരണാരം വീട്ടിൽ വയ്ക്കാനല്ല ഞാൻ പറയുന്നത്. ഭരണാരം കൊടുക്കേണ്ട കൊടുത്തോളൂ, വീട്ടിൽ വെച്ചോളൂ, നല്ലതല്ലേ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ എന്തിനു വേണ്ടി അമ്പലം നടക്കുന്നത്? നമ്മളുടെ സംരക്ഷണം, നമ്മുടെ രക്ഷയാണ്. ഒരു തൊഴിലിട്ട് എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ ശിവനോടൊപ്പം കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന് സങ്കല്പിക്കും. അപ്പൊ സങ്കല്പിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ വീട്ടില് സംരക്ഷണം ചെയ്യാൻ ആ ദൈവം അരൂപിയായിട്ട്, രൂപമില്ല, അരൂപിയായിട്ട് നിങ്ങളോടൊപ്പം വരുന്നുണ്ടെന്ന് സങ്കല്പിക്കും. അങ്ങനെ വരുമ്പോൾ ദേവങ്ങളുടെ ചോറും നിങ്ങൾ കൊടുക്കണ്ടേ? കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് നോക്കുക. 4 പേരാണെങ്കിൽ ഇന്ന് മുതൽ 5 ആളുണ്ടെന്ന് കണക്കാക്കുക.
അഞ്ചാക്കി ചോറ് വെച്ചിട്ട് ഒരാളുടെ ചോറ് കൊടുത്ത് കളയരുത്, നാലാക്കി ചോറ് കൊടുക്കണം. എന്നിട്ട് 4 കഴിക്കുക, ഒരാളുടെ ചോറിൻ്റെ പൈസ മാറ്റി വെക്കുക. അപ്പോൾ ഒരു മാസത്തേക്ക് എത്രയായി? അതിന് കൊടുത്തൂടെ? ഒരാളുടെ ചോറിന് പൈസ. ഈ കലശത്തിൻ്റെ ഇടയിൽ എന്ത് വിശേഷം നടന്നാലും നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിച്ചയക്കുന്നുണ്ട്, മക്കൾക്ക് ഒരു 10 പവൻ കൊടുക്കുന്നുണ്ട്, 2 ഗ്രാം തേൻ കൊടുത്തൂടെ? 2 ഗ്രാം. അത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷിക്കാൻ ഈ ദേവത നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിൻ്റെ പ്രതിഫലം എന്ന പോലെ ഒരു ആ ദേവനെ തിരിച്ചു കൊടുക്കുന്ന ഭഗവാൻ പറയുന്നത്, ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാദാസ്യത്തെ അപ്രദായേക്കും. എന്തു നിങ്ങളോട് ചോദിച്ചോ, പക്ഷെ ഒരൊറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ, എനിക്ക് തിരിച്ചു തരാം.